അവർ തന്നെയാണ് ഈ കത്രിക മറന്നു വെച്ച ഡോക്ടർ എന്ന് വിചാരിക്കുക. അപ്പോൾ പോലും കേരളത്തിനകത്ത് ഒരു പൊതു സംവിധാനത്തിനകത്ത് ഒരു റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ അവർക്ക് നേരെ 4-5 ചെറുപ്പക്കാരിങ്ങനെ ഓടി അടുക്കുന്നു എന്നത് അതുകൊണ്ട് തന്നെയും പിശകാണ്. അവരടിക്കണമെന്നില്ല, അടിച്ചോ ഇല്ലയോ നമുക്കറിയില്ല. അങ്ങനൊരു കശപിശ ഉണ്ടായാൽ ഹർഷ, അതായത് അവിടെ കോടിയെടുക്കുന്നു, പെട്ടെന്നുണ്ടാകുന്ന സംഭവത്തിൽ പോലീസ് ഈ പ്രതിഷേധക്കാരെ പിടിച്ചു നിർത്തുന്നു, പോലീസ് ഇവരെ പിടിച്ചു മാറ്റാൻ നോക്കുന്നു. നമ്മളാണ് അവിടെ എന്ന് ആലോചിച്ച് നോക്കൂ. ഞാനോ ഹർഷനോ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളോ ആണ് അവിടെ എന്ന് വിചാരിച്ചു നോക്കൂ. ഒരു സ്ത്രീ എന്ന് മാറ്റിയെടുത്തു, അവിടെ അന്ന് മരിച്ചു. ഈ കശപിശക്കകത്ത് പെട്ടാൽ ആളുകൾക്ക് പരിക്ക് പറ്റും, ബുദ്ധിമുട്ടുണ്ടാകും, ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. മനുഷ്യൻ്റെ ശരീരം എന്ന് വെച്ചാൽ വളരെ ഫ്രജൈലായിട്ടുള്ള സംഗതിയാണ്. ഒന്ന് വീഴുകയോ ഒന്നും അപ്രതീക്ഷിതമായിട്ട് കുലുങ്ങുകയോ ചെയ്താൽ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അവർക്ക് കഴുത്ത് വേദനയുണ്ട് എന്ന് പറയുന്നതിന് ഇവരെല്ലാം പരിഹസിക്കുകയാണ്, അഭിനയിക്കുകയാണ് എന്നാണ് ഒരു രാഷ്ട്രീയ നേതാവായിട്ടുള്ള ഈ അലോഷ്യസ് സേവർ, ഞാൻ ഇന്നലെ അനുമോദിച്ച അലോഷ്യസ് സേവർ പറയുന്നത് കേട്ടത്. അങ്ങനെ പറയാൻ പാടുണ്ടോ? അലോഷ്യസ് സേവർ അവർക്കെതിരെ ഉന്നയിക്കുന്ന അവർ ഇതുവരെ ഒരു പൊതുപ്രവർത്തകരുടെ നിലവാരത്തിൽ എത്തിയിട്ടില്ല എന്നാണ്. അദ്ദേഹം പൊതുപ്രവർത്തന നിലവാരത്തിലെത്തിയോ? ഞാൻ പറയുന്നത് അവിടെ ഒരു കശപിശ ഉണ്ടായി എന്നത് വസ്തുതയാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞാണ്, അതായത് നിങ്ങൾ വീട് എന്ന് പറയുന്നത് ഒരുവൻ്റെ സ്വകാര്യമായ ഇടമാണ്. കേരളത്തിലൊക്കെ വീട്, വസതി, സ്വന്തം വീട് എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും സേഫായിട്ടുള്ള പ്ലേസാണ് എന്ന് രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടും അംഗീകരിക്കപ്പെട്ട ഒരു പ്രദേശമാണ് നമ്മുടെ നാട്. അതുകൊണ്ടാണ് വീട് കൊടുക്കുന്നതൊക്കെ വലിയ സംഭവമായിട്ട് കോൺഗ്രസും CPM ഒക്കെ പറയുന്നത്. ആ വീട് എന്നതിൻ്റെ ഗേറ്റ് വരെ നിങ്ങൾക്ക് പ്രതിഷേധം നടത്താം, കാരണം അതൊരു പൊതു സ്വത്താണ്, മന്ത്രിയുടെ വീട്. ആ വീടിൻ്റെ ഗേറ്റ് കടന്നിട്ട് അപ്പുറത്ത് പോയിട്ട് റീത്ത് വെച്ചു ഇവർ. അത് അന്ന് തന്നെ ഞാൻ പറഞ്ഞാണ് ഇത് ശരിയല്ല. ഈ കാര്യം പ്രതിഷേധമൊക്കെ നടക്കും, ഇലക്ഷനാണ്, എന്തൊക്കെ തരത്തിലുള്ള പ്രതിഷേധം നടക്കേണ്ടത്. സഭക്കകത്ത് ആൾ CPM കയറി നിന്നിട്ടില്ലേ? ഈ CPM നടത്തിയ പ്രതിഷേധത്തോളം വലിയ പ്രതിഷേധ പരിപാടികൾ കോൺഗ്രസ് നടത്തിയിട്ടുണ്ടോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ എന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ അവിടെ പോയി റീത്ത് വെച്ചു. എന്നാൽ അന്ന് VD സതീശൻ പറഞ്ഞു ഇത് അങ്ങനെ ചെയ്യുന്നതിനോട് ഞാൻ അനുകൂലിക്കുന്നില്ല എന്നൊരു അല്പം സൗമ്യമായിട്ട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ ശബ്ദത്തിൽ ഞാൻ VD സതീശനോട് എനിക്ക് എപ്പോഴും ഒരു ബഹുമാനം തോന്നുന്നതിൻ്റെ കാര്യം, ഇത്തരം നിർണായകമായ സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് ഒരു പൊതുസമൂഹത്തിൻ്റെ മനസ്സ് അദ്ദേഹത്തിനുള്ളിൽ വരുന്നുണ്ട് എന്നൊരു വസ്തുതാപരമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഇന്നും അത് ചെറിയ മട്ടിലാണെങ്കിലും അത് തോന്നുന്നു. അദ്ദേഹം ഒരുപക്ഷെ നാളെ തിരുത്തി പറഞ്ഞേക്കാം, അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിന് മുമ്പ് തൊട്ടുമുമ്പോടിയായിട്ട് അവരുടെ പ്രവർത്തകർ നടത്തുന്ന എല്ലാത്തിനെയും തള്ളി പറയുന്നത് സാധ്യമൊന്നുമല്ല. പക്ഷേ അദ്ദേഹം അവിടെ പറഞ്ഞു, അവിടെ റീത്ത് വെച്ച് ശരിയായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പ്രതിഷേധം എന്ന് വെച്ചാൽ സിംബോളിക്കായിട്ട് ഒരു മന്ത്രിക്കെതിരെ പ്രതിഷേധം നടത്തുമ്പോൾ നിങ്ങളെ പാലിക്കേണ്ടുന്ന അതിരുണ്ട്. ആ അതിര് വരെ എത്തിച്ചേരാൻ പാടുള്ളൂ. എവിടെയാണ് ഹർഷ ഏതെങ്കിലും ഒരു മന്ത്രിമാർക്കെതിരെ, ഏതെങ്കിലും ഒരു ഭരണത്തലപ്പത്തുള്ള ആൾക്കെതിരെ മുഖാമുഖം ചെന്നിട്ട് ഇതുപോലെ നേർക്കുനേർ നിന്നൊരു പ്രൊട്ടസ്റ്റ് ഉണ്ടായിട്ടുള്ളൊരു സംഭവം രാഷ്ട്രീയ കേരളത്തിൻ്റെ ചരിത്രത്തിൽ എവിടെയുള്ളത്? നമ്മൾ ഇതിനേക്കാൾ വലുതായിട്ട് പ്രതിഷേധിച്ചാൽ എനിക്ക് വലിയ എതിർപ്പ് തോന്നിയിട്ടുള്ളൊരു സംഭവം മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടിക്ക് നേരെ കല്ലെടുത്തെറിഞ്ഞാണ് CPM. അതും പക്ഷേ ദൂരെ എന്ന് പറഞ്ഞ് കല്ലാണ്. എന്ന് വെച്ചാൽ അടുത്ത് മുഖാമുഖം ചെന്ന് നിന്നിട്ട് ഒരാളെ, അത് ശരിയാണെന്നല്ല കേട്ടോ പറഞ്ഞത്, അതിനെ എതിർത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു വനിതാ മന്ത്രിയെ ഇങ്ങനെ ഈ നിലക്ക് നേർക്കുനേർ പോയി കൈകാര്യം ചെയ്യാൻ വേണ്ടി പോയത് അങ്ങേയറ്റം അക്ഷന്തവ്യമായിട്ടുള്ള തെറ്റാണ്. അക്കാര്യത്തിൽ മുതിർന്ന നേതാക്കൾ ഇത് ചെയ്ത് ശരിയായില്ല കേട്ടോ എന്നൊരു വാക്ക് രഹസ്യമായിട്ടെങ്കിലും പറയണം.